നമസ്കാരം, ഞാൻ ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഖത്തറിലെ അബു സംറ അതിർത്തിയിൽ വൻ ആയുധവേട്ട. കാറിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 300ഓളം മെഷീൻ ഗൺ വെടിയുണ്ടകൾ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി, UAE ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്കുള്ള പ്രവേശന കവാടമായ അബു സംറ അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് കാറിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച വെടിയുണ്ടകൾ പിടികൂടിയത്. അതിർത്തിയിൽ നിന്നും പെട്ടെന്ന് കടന്നുപോകാൻ ശ്രമിച്ച വാഹനം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് AK-47 റൈഫിളിൽ നിറക്കാൻ ഉപയോഗിക്കുന്ന 300ഓളം ബുള്ളറ്റുകൾ കണ്ടെത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം സമൂഹമാധ്യമ അക്കൗണ്ടിൽ വ്യക്തമാക്കി. കാറിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി 15 ചെറിയ പെട്ടികളിലായാണ് ബുള്ളറ്റുകൾ സൂക്ഷിച്ചിരുന്നത്. ഡ്രൈവർ സീറ്റിനും മുൻസീറ്റിലെ യാത്രക്കാരന്റെ സീറ്റിനും ഇടയിലുള്ള കാറിന്റെ സെൻട്രൽ സ്റ്റോറേജ് ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ പെട്ടികളുണ്ടായിരുന്നത്. ഒറ്റനോട്ടത്തിൽ സാധാരണ കാറിന്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഇവ ഒരുക്കിയിരുന്നത്. സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യാത്രക്കാരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും പരസ്പര ബന്ധമില്ലാത്ത മറുപടിയുമാണ് വിശദമായ പരിശോധനയ്ക്ക് കാരണമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ അളവിൽ മെഷീൻ ഗൺ വെടിയുണ്ടകൾ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചത് ഏറെ ഗൗരവത്തോടെയാണ് ഖത്തർ കസ്റ്റംസും ആഭ്യന്തര മന്ത്രാലയവും കാണുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ലോകകപ്പിന് യോഗ്യത നേടുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്ന് ഒമാൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യപരിശീലകൻ. കോച്ചായി ചുമതലയേറ്റതിനു ശേഷം മസ്കറ്റിൽ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് കാർലോസ് ക്രൂസ് ഇക്കാര്യം അറിയിച്ചത്. ഒമാന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അവസരമാണിത്. കളിക്കാർ, ക്ലബ്ബുകൾ, മാനേജർമാർ, ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ എല്ലാവരുടെയും ശ്രമങ്ങൾ സംയോജിപ്പിക്കണം. സത്യസന്ധത വളരെ പ്രധാനമാണ്. കളിക്കളത്തിൽ വിജയം നേടുന്നതിനുള്ള ബുദ്ധിപരമായ പ്രവർത്തനമാണ് ഇവിടെ നമ്മളുടെ ലക്ഷ്യമെന്നും കോച്ച് പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന സെൻട്രൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ദേശീയ ടീമിന് തുർക്കിയിൽ പരിശീലന ക്യാമ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ കോച്ചിന് കീഴിൽ പുത്തൻ കുതിപ്പിനൊരുങ്ങുകയാണ് ഒമാനെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള ടീമിനെ ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിചയ സമ്പന്നതയ്ക്കൊപ്പം പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ളതാണ് ടീമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം കോച്ച് കാർലോസ് ക്യൂറസ് വിവിധ പ്രാദേശിക ക്ലബ് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിശീലനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ദേശീയ ടീമിൽ ഇടം പിടിക്കാനാകും. ലോകകപ്പ് യോഗ്യത അടക്കമുള്ള വമ്പൻ മത്സരങ്ങളാണ് ഇനി റെഡ് വാരിയേഴ്സിന് മുന്നിലുള്ളത്. സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പ് ടൂർണമെന്റാണ് ഇനി വരാനുള്ള പ്രധാന മത്സരം. 24 ഒമാൻ. സൗദി അറേബ്യയിൽ 1.5 വർഷത്തിനിടെ പ്രീമിയം ഇഖാമയ്ക്കായി 40,000-ലേറെ അപേക്ഷകൾ ലഭിച്ചതായി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു. വിദേശ നിക്ഷേപകരെയും വിവിധ മേഖലകളിൽ കഴിവുള്ളവരെയുമാണ് ഈ സംവിധാനം പ്രധാനമായും ആകർഷിക്കുന്നത്. വിദേശ നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദേശികൾക്കും അനുവദിക്കുന്ന സൗദി പ്രീമിയം ഇഖാമ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 40,163 പേർ ഇഖാമക്കായി അപേക്ഷിച്ചുവെന്ന് സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു. 2024 ജനുവരി മുതലുള്ള കണക്കാണിത്. 2024 മാത്രം 8,074 വിദേശികൾക്ക് പ്രീമിയം ഇഖാമ അനുവദിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന 2 കാറ്റഗറികൾക്ക് പുറമെ സ്പെഷ്യൽ ടാലന്റ്, ഗിഫ്റ്റഡ്, ഇൻവെസ്റ്റർ, എന്റർപ്രണർ, റിയൽ എസ്റ്റേറ്റ് ഓണർ എന്നീ 5 വിഭാഗങ്ങളാണ് പ്രീമിയം ഇഖാമ സെന്റർ കഴിഞ്ഞ വർഷം അനുവദിച്ചു തുടങ്ങിയത്. 4,000 റിയാൽ ഫീസ് വരുന്ന ഈ വിഭാഗങ്ങളിലാണ് കൂടുതൽ അപേക്ഷകളും ഇപ്പോൾ വരുന്നത്. പല മേഖലകളിലും സൗദികളെ പോലെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് പ്രീമിയം ഇഖാമയുടെ പ്രത്യേകത. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താൽപര്യം പോലെ ജോലി ചെയ്യാനും ജോലി മാറാനും അവസരമുണ്ട്. ലെവിയോ, എക്സിറ്റ് റീഎൻട്രിയോ ആവശ്യമില്ല. സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും വസ്തുക്കൾ വാങ്ങുകയും ചെയ്യാം. സൗദിയിൽ നിക്ഷേപമുള്ള നിരവധി മലയാളികൾ ഇതിനകം പ്രീമിയം ഇഖാമ സ്വന്തമാക്കിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അവധിക്കാലം ആഘോഷിക്കാൻ കുട്ടി ആരാധകർക്കായി ഡിസ്നി ഓൺ ഐസ് ബഹ്റിനിലെത്തുന്നു. ഓഗസ്റ്റ് 12 മുതൽ 17 വരെ എക്സിബിഷൻ വേൾഡിലാണ് പരിപാടി. എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ ഓഗസ്റ്റ് 12 മുതൽ 17 വരെ തത്സമയ അനുഭവം പ്രദാനം ചെയ്യുന്ന ലോക പ്രശസ്ത ഷോ ഡിസ്നി ഓൺ ഐസ് എത്തുമെന്ന് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയാണ് പ്രഖ്യാപിച്ചത്. ബിയോൺ അൽദാന ആംഫി തിയേറ്ററുമായി പങ്കാളിത്തത്തോടെ അതോറിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി വിനോദത്തിനും കുടുംബ ടൂറിസത്തിനുമുള്ള മുൻനിര പ്രാദേശിക ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ബഹ്റിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെയും ഭാഗമാണ്. ലൈവ് ഐസ് സ്കേറ്റിംഗ് പ്രകടനത്തിൽ മിക്കി മൌസ്, മിന്നി മൌസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി എന്നിവരുൾപ്പെടെ
ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിസ്നി കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടവും മോന, ഫ്രോസൺ, സിൻഡ്രല, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, എൻകാന്റോ, കൊക്കോ എന്നിവയിലെ ആരാധകരുടെ പ്രിയപ്പെട്ടവയും എത്തും. എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ ആകർഷകമായ കായികക്ഷമത, മിന്നുന്ന ദൃശ്യങ്ങൾ, മാന്ത്രിക കഥ പറച്ചിൽ എന്നിവയുടെ ആകർഷകമായ സംയോജനമാണ് പരിപാടി വാഗ്ദാനം ചെയ്യുന്നത്. ഇവന്റിനുള്ള ടിക്കറ്റുകൾ 8 ബഹ്റൈൻ ദിനാർ മുതൽ www.platinumlist.net വഴി ലഭ്യമാണ് എന്നും സംഘാടകർ അറിയിച്ചു. 24 ബഹ്റൈൻ. ദുബായ് ആസ്ഥാനമായ ജ്വല്ലറി റീറ്റെയിൽ സ്ഥാപനം ദമാസിനെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടൈറ്റൻ കമ്പനിയുടെ തനിഷ് ജ്വല്ലറി ഏറ്റെടുത്തു. ദമാസിന്റെ 67% ഓഹരി വാങ്ങിയതോടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബ്രാൻഡുകളിൽ ഒന്നായി തനിഷ്ക് മാറി. ദമാസിന്റെ UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലെ 146 ഷോറൂമുകളാണ് ഏറ്റെടുത്തത്. ദമാസ് എന്ന പേരിൽ തന്നെയായിരിക്കും ഇനിയും ജ്വല്ലറികൾ പ്രവർത്തിക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി UAE ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ സംബന്ധിച്ചും പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളും ചർച്ചയായി. സാമ്പത്തികം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം തുടങ്ങിയവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. പ്രസിഡൻഷ്യൽ കോഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ തഖ്നൂൻ അൽ നഹ്യാൻ, ദേശീയ സുരക്ഷാ സുപ്രീം കൌൺസിൽ സെക്രട്ടറി ജനറൽ അലി ബിൻ ഹമദ് അൽ ഷംസി തുടങ്ങിയ പ്രമുഖർ UAE പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. ഓവർസീസ് റെസിഡൻസ് മലയാളി അസോസിയേഷൻ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പ്രസംഗ മത്സരം ഗ്രാൻഡ് ഫിനാലിലേക്ക് കടക്കുന്നു. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ പാലാ സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിലാണ് ഗ്രാൻഡ് ഫിനാലെ. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻസ് വിഭാഗം മേധാവി ADGP P. വിജയൻ IPS മുഖ്യപ്രഭാഷണം നടത്തും. ജോസ് കെ വാണി MP, വാണി സി കാപ്പൻ MLA, പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, സിനിമാ സംവിധായകൻ ഭദ്രൻ മാട്ടേൽ, 24 അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. നടി വിൻസി അലോഷ്യസ് വിജയികളെ പ്രഖ്യാപിക്കും. സീസൺ 3 സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഖത്തറിൽ സദാചാര ലംഘനം നടത്തിയ 4 മസാജ് സെന്ററുകൾക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയം പിഴ ചുമത്തി. രാജ്യത്തിന്റെ മതപരവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനാണ് നടപടി. സദാചാര ലംഘനം, ഉപഭോക്തൃ നിയമലംഘനം എന്നീ നിയമലംഘനങ്ങൾ കണ്ടെത്തി. പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് രാജ്യത്തിന്റെ മൂല്യങ്ങളുടെയും പാരമ്പര്യത്തിന്റെ ലംഘനം എന്നാണ് കണ്ടെത്തൽ. തുടർ നിയമ നടപടികൾക്കായി അന്വേഷണ റിപ്പോർട്ട് മേലധികാരികൾക്ക് കൈമാറി. അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിനെ ഖത്തറിലെ മലയാളി സമൂഹം അനുസ്മരിക്കുന്നു. ഓർമ്മകളിൽ സിദ്ദിഖ എന്ന പേരിൽ നാളെ വൈകിട്ട് 6:30 ദോഹയിലെ ICC അശോക ഹാളിലാണ് പരിപാടി. സംവിധായകൻ സിബി മലയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. രാജ്യതാൽപര്യം സംരക്ഷിക്കാൻ എന്തു പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഈ മാസം അവസാനം ഇന്ത്യയിലെത്തും. അതിനിടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറച്ച് ഇന്ത്യൻ വിപണിയെ ലക്ഷ്യമിടാൻ വസ്ത്ര നിർമ്മാതാക്കളായ കിറ്റെക്സ് തീരുമാനിച്ചു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കപ്രഹരത്തിൽ ഇന്ത്യ വീഴില്ല. നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്ന കാര്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അറിയിച്ചത്. 7 വർഷത്തിനു ശേഷം നരേന്ദ്രമോദി ചൈന സന്ദർശനത്തിനും ഒരുങ്ങുകയാണ്. അതിനിടെ അമേരിക്കയിലേക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള കിറ്റെക്സ് ചുങ്കപ്രഹരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ലിറ്റിൽ സ്റ്റാർ വസ്ത്രങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രം എടുത്താൽ തന്നെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുണ്ട്. UK എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം UK മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ട്രംപിന്റെ നിലപാടിനെ പ്രതിപക്ഷവും ചോദ്യം ചെയ്തു. ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്ത് വീണ്ടും അതിക്രമം. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയാണ് അതിക്രമമുണ്ടായത്. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതി. പരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തി.
വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് വിധേയമാകുന്നൊരു വിഭാഗമായിട്ട് കന്യാസ്ത്രീകളും വൈദികരും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിൾ എൻജിൻ സർക്കാരുകൾ, അത് ഒഡീസയിലാകട്ടെ, ഛത്തീസ്ഗഡിലാകട്ടെ, മധ്യപ്രദേശിലാകട്ടെ, അവരുടെ ഡബിൾ എൻജിൻ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത്തരം കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും വേട്ടയാടുന്നതിലാണ്. നമുക്ക് ഇത് ചിലവരുടെ രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വളരെ ഗൗരവമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായും ഈ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ എന്ന ഏറ്റവും വലിയൊരു ഓട്ടോക്രാറ്റ് രാജ്യമായി മാറും. ഒഡീഷയിൽ ഇതാദ്യമായിട്ടല്ല, നമുക്കറിയാം അവിടെ സ്ഥിരമായി പ്രശ്നമുണ്ടാകുന്നൊരു മേഖലയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ അത് നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും പൂർണ്ണ സുരക്ഷ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാനും എല്ലാമുള്ള പൂർണ്ണ സുരക്ഷ കൊടുക്കാൻ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കണം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയിച്ചത്. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം. അതേസമയം ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ലാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു BJPയുടെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറെ നാളായി ഏറ്റുമുട്ടലിലായിരുന്ന രാഹുൽ പൊട്ടിച്ച ബോംബാണ് വോട്ടർ പട്ടിക അട്ടിമറി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്, വൺ വോട്ടർ appearing multiple times on the voter list, fake and invalid addresses, 1 लाख फेक वोटर एक असेंबली में. पॉइंट ये नहीं है कि बीजेपी जीत रही है, कांग्रेस हार रही है. पॉइंट है कि here there is clear proof, 100% proof. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും അസാധാരണമായി കുതിച്ചുയർന്നു. രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. EVM വിവരങ്ങൾ പുറത്തുവിടാത്തത് കള്ളം പൊളിയുമെന്ന പേടികൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. നാളെ കർണാടകയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആരോപണമില്ലല്ലോ എന്നായിരുന്നു BJPയുടെ ചോദ്യം. 24 ഡൽഹി. വിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം ദുഷ്കരം. തകർന്ന റോഡുകളും മോശം കാലാവസ്ഥയുമാണ് വെല്ലുവിളി. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തുന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. അതിനിടെ ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പരാതികൾ ഒഴിവാക്കാൻ ജംബോ കോർ കമ്മിറ്റിയുമായി BJP. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജ്യസഭാംഗം C സദാനന്ദൻ, ഷോൺ ജോർജ് എന്നിവർ ഉൾപ്പെടെ 22 പേരടങ്ങുന്ന സംസ്ഥാന കോർ കമ്മിറ്റി രൂപീകരിച്ചു. ഒഴിവാക്കിയ CK പത്മനാഭനെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് 2 മണിക്കൂറിനുള്ളിൽ വീണ്ടും കോറിൽ ഉൾപ്പെടുത്തി. കന്യാസ്ത്രീ വിഷയത്തിലെ ഭിന്നതകൾക്കിടെ സംഘപരിവാർ മുറിവുണക്കാൻ തീവ്ര ശ്രമവുമായി BJP. ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കോറിലും വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്തായി. 24 എക്സ്ക്ലൂസീവ്. ഭാരവാഹി നിർണയത്തിൽ V മുരളീധര, K സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തിയതിനു പഴികേട്ട രാജീവ് ചന്ദ്രശേഖർ പരാതികൾ ഒഴിവാക്കുന്നതിന് കണ്ടെത്തിയ ഫോർമുല. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന BJPക്ക് 22 പേരടങ്ങുന്ന ജംബോ കോർ കമ്മിറ്റി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പുറമെ O രാജഗോപാൽ ഒഴികെയുള്ള മുൻ അധ്യക്ഷന്മാരും മലയാളി കേന്ദ്രമന്ത്രിമാരും പട്ടികയിൽ ഉൾപ്പെട്ടു. രാജ്യസഭാ MP C സദാനന്ദൻ, ദേശീയ ഭാരവാഹികളായ AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരും ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, MT രമേശ്, S സുരേഷ്, അനൂപ് ആന്റണി ഒപ്പം 7 ഉപാധ്യക്ഷന്മാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഇതിൽ V മുരളീധര പക്ഷത്തെ C കൃഷ്ണകുമാറും P സുധീറും ഉൾപ്പെടുന്നു. KS രാധാകൃഷ്ണൻ, R ശ്രീലേഖ, ഡോക്ടർ അബ്ദുൾ സലാം എന്നീ വൈസ് പ്രസിഡന്റുമാരെ കോറിൽ ഉൾപ്പെടുത്തിയില്ല. കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭന്റെ മുന്നറിയിപ്പിനു പിന്നാലെ 2-ാം മണിക്കൂറിൽ CK പത്മനാഭനെ ഉൾപ്പെടുത്തി പുതിയ കോർ കമ്മിറ്റി പട്ടിക പുറത്തിറക്കി. അതേസമയം മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഭിന്നത നിലനിൽക്കെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് RSS നേതാക്കളെ നേരിൽ കണ്ടു. ഇന്നലെ ഹിന്ദു ഐക്യവേദി, BMS നേതാക്കളുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കന്യാസ്ത്രീ വിഷയത്തിൽ ക്രൈസ്തവ സഭാവിരുദ്ധ നിലപാട് സ്വീകരിച്ച വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിക്ക് പുറമെ വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.
ഡൽഹിയിലെ മാരത്തൺ ചർച്ചയിലും KPCC പുനഃസംഘടനയിൽ സമവായമായില്ല. KPCC അധ്യക്ഷൻ നാളെയും ഡൽഹിയിൽ തുടരും. മറ്റുള്ള നേതാക്കൾ ഡൽഹിയിൽ നിന്ന് തിരിക്കും. കേരളത്തിലെത്തിയ ശേഷവും ചർച്ചകൾ തുടരും. 3 ദിവസം നീണ്ട മാരത്തൺ ചർച്ച, സമവായ നീക്കങ്ങൾ, സമ്മർദ്ദതന്ത്രം. എന്നിട്ടും KPCC പുനഃസംഘടനയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അഭിപ്രായ സമന്വയത്തിലെത്തിയില്ല. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലാണ് രൂക്ഷമായ തർക്കം. ആർക്കും ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ കടുംപിടുത്തം പ്രതിസന്ധിയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എല്ലാ നേതാക്കളെയും നേരിട്ടും കൂട്ടമായും സണ്ണി ജോസഫ് പലതവണ കണ്ടു. ചർച്ചകൾ തുടരുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MP മാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ഡൽഹി ചർച്ചകൾ വിജയകരമായിരുന്നോ അതോ പരാജയമാണോ? ഒരു തരത്തിലും ഒരു പരാജയവുമില്ല. വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. അതിനിയും ഡൽഹിയിൽ എപ്പോഴും വരാമല്ലോ. അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന. ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും അനുനയ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തും. പുതിയ DCC അധ്യക്ഷന്മാർ, KPCC ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി 140-ലധികം പുതിയ ഭാരവാഹികളെയാകും പ്രഖ്യാപിക്കുക. ജംബോ കമ്മിറ്റിയാകും പുറത്തുവരികയെന്ന് ഉറപ്പായി. നാളെ കേരളത്തിലെത്തുന്ന നേതാക്കൾ സംസ്ഥാനത്ത് ചർച്ച തുടരും. ഈ മാസം 10 തന്നെ പട്ടിക പ്രഖ്യാപിക്കണമെന്ന അന്ത്യശാസനം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോന് എതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. തെളിവില്ലാതെയും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ഈ മാസം 15-ന് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെതിരെ പരാതിയും കേസും. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം. ശ്വേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. ശ്വേതാ മേനോനെതിരായ കേസിലെ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. നിലവിലെ ജനറൽ സെക്രട്ടറി B രാഗേഷും സജി നന്ദ്യാട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരിക്കുന്നത്. 20-അംഗ ഭാരവാഹി സ്ഥാനത്തേക്കായി 39 പേർ മത്സരരംഗത്തുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഈ മാസം 14-നാണ് തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കെട്ടിടമുടമ പെരളം സ്വദേശി റോയി ജോസഫാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണ കരാറെടുത്ത നരേന്ദ്രൻ ചവിട്ടി തള്ളിയിട്ടു എന്നാണ് പരാതി. ഹോസ്ദുർഗ് പോലീസാണ് നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ റോയി ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നതിൽ CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പാർട്ടി നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്നായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള നേതാവിന്റെ ചോദ്യം. നേതാക്കളുടെ ഇത്തരം നടപടികൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കണ്ണൂർ നേതാവ് സംസ്ഥാന സമിതിയെ ഓർമ്മിപ്പിച്ചു. ആരുടെയും പേര് പറയാതെയായിരുന്നു പരാമർശം. 24 ബിഗ് ബ്രേക്കിംഗ്. ഇന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിലെ ചർച്ചയ്ക്കിടയിലാണ് മുതിർന്ന നേതാവ് ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോയതിൽ വിമർശനം ഉയർന്നത്. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉന്നയിച്ച വിമർശനം സംസ്ഥാന സമിതിയെ അമ്പരപ്പിച്ചു. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നെങ്കിലും നേതാവ് ആരുടെയും പേര് പരാമർശിച്ചില്ല. അടിക്കടി നേതാവ് ജോൾസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു കണ്ണൂർ നേതാവിന്റെ ചോദ്യം. നേതാക്കളുടെ ഇത്തരം നടപടികൾ പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കുമെന്നും ഓർമ്മപ്പെടുത്തൽ. പാർട്ടിയുടെ സൽപ്പേരിനെ കരുതി നേതാക്കൾ ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് പയ്യന്നൂരിൽ ഉള്ള പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോയത് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ജ്യോതിഷ പണ്ഡിതനൊപ്പമുള്ള നേതാവിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു.
പാലക്കാട് പ്ലീനം അംഗീകരിച്ച റിപ്പോർട്ടിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ ലംഘിക്കുന്നതിൽ പാർട്ടിക്കകത്ത് വലിയ മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ കണ്ണൂരിലെ നേതാവിലൂടെ പുറത്തുവന്നത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സർക്കാർ പാർപ്പിട പദ്ധതിയായ പുനർഗേഹത്തിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന ചടങ്ങിൽ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറി. 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത പാർപ്പിടങ്ങൾ ഒരുക്കുന്ന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പുനർഗേഹം. സംസ്ഥാന വ്യാപകമായി പൂർത്തിയാക്കുന്ന 1200 ഫ്ളാറ്റുകളിൽ ആദ്യഘട്ടത്തിന്റെ താക്കോൽ കൈമാറ്റം തിരുവനന്തപുരം മുട്ടത്തറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 332 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്കു കൈമാറി. മത്സ്യത്തൊഴിലാളികൾ എല്ലാ ഘട്ടത്തിലും വലിയ തോതിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരു തൊഴിലാളി വിഭാഗമാണ് എന്നത് നമുക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന മത്സ്യത്തൊഴിലാളികൾ അർഹിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നാടു പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി എടുത്തുചാടിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു ചെയ്താലും അധികമാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. നാട് ജല പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത്. പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തതു കാരണം ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കാതിരുന്ന 468 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഉദ്ഘാടന വേദിക്കു സമീപം പ്രതീക്ഷ ഫ്ളാറ്റ് പരിസരത്ത് അർഹതപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വയനാട് തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയുടെ പേരിൽ വിവാദം. വിൽപ്പന നടത്തിയത് തോട്ടഭൂമിയെന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമയുടെ മൊഴി. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കേപ്പറ്റ വില്ലേജിലെ 11.5 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത്. ഈ ഭൂമിയിലെ കാപ്പി തൈകളും മരങ്ങളും മാറ്റി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിരുന്നു ശ്രമം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഭൂമിയുടെ ഘടന മാറ്റിയെന്ന് കാട്ടി താലൂക്ക് ലാൻഡ് ബോർഡിന് അറിയിപ്പ് നൽകി. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം ലഭിച്ചു. വിൽപ്പന നടത്തിയത് തോട്ടഭൂമി എന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമയുടെ മൊഴി. ഇതോടെ വീട് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. 105 വീടുകൾ ഇവിടെ നിർമ്മിക്കുമെന്നായിരുന്നു ലീഗിന്റെ പ്രഖ്യാപനം. പല ദുരന്തബാധിതരും ഇത് മുന്നിൽ കണ്ട് സർക്കാർ നൽകിയ 15 ലക്ഷം രൂപ കൈപ്പറ്റി മുസ്ലിം ലീഗിന്റെ വീടിന് അപേക്ഷ നൽകിയിരുന്നു. വിഷയം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്നാണ് റവന്യൂ മന്ത്രി പ്രതികരിച്ചത്. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും നടക്കില്ല. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും. ഈ മാസം 22-ന് ലാൻഡ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ വിഷയം ചർച്ചയാകും. ഭൂമിയുടെ തരംമാറ്റ ശ്രമം ഉൾപ്പെടെ മുൻനിർത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. 24 വയനാട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.